ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂർ ചിറയുടെ വിശേഷങ്ങളായിട്ടാണ് നമ്മുടെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ കേച്ചേരി അടുത്താണ് ഈ പാറന്നൂർ ചിറ എന്ന് പറയുന്ന ഇതുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടുകാർക്കും അതുപോലെ എല്ലാ ആൾക്കാർക്കും ഭയങ്കര അറിയുന്ന എല്ലാ സ്ഥലങ്ങളാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളിത് കാണാനൊക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി ചെറിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കൂടി ചെയ്യുന്നത്. ഇത് വറ്റി വരണ്ട് കിടക്കുന്ന ചിറയാണ്. നമ്മൾ മഴക്കാലത്തൊക്കെ ഇത് ഫുള്ളായിട്ട് വെള്ളം ഇങ്ങനെ പോകുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ. അതായത് നമ്മുടെ വാഴാനിയിൽ നിന്നൊക്കെ വരുന്ന വെള്ളം കൂമ്പുഴ വഴി ഈ ചിറയിലേക്ക് വരാറാണ് സാധാരണ പതിവ്. അപ്പോൾ വാഴാനി ഡാമൊക്കെ തുറന്നിടുന്ന സമയത്ത് ഇവിടെ ഫുൾ വെള്ളമായിരിക്കും. അപ്പോൾ അവിടെ കുളിക്കാനിറങ്ങാനോ അതുപോലെ ചെറുവക കാര്യങ്ങൾക്കൊന്നും അനുവാദമില്ല. കാരണം നല്ല കുത്തൊഴുക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ ഒരു 5 ഷട്ടറാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്ത് ഒരു 3 ഷട്ടറും അതുപോലെ അതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു 2 ഷട്ടറും കൂടിയാണ് നമുക്കിതിൻ്റെ ചിറയിൽ നമ്മൾ കണ്ടു വരുന്നത്. പിന്നെ ഇപ്പോൾ അതിൻ്റെ സൈഡ് ഭിത്തികളൊക്കെ പണിതിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാല് വഴുതിയിട്ടൊന്നും വീഴില്ല. അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പണ്ടൊക്കെ നമ്മളിതിൽ കുറേ ആൾക്കാരൊക്കെ മരിച്ചതായിട്ടും അതുപോലെ ഒഴുകി പോയതായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യമാണോന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോൾ അങ്ങനെയൊന്നും പ്രശ്നങ്ങളില്ല. സൈഡ് ഭിത്തികളൊക്കെ നല്ലോണം പണിതിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാർക്ക് എന്ന് പറയാൻ പറ്റില്ല, കുട്ടികൾക്കൊന്നും കളിക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ല അത് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ, നമ്മളിപ്പോൾ ജിമ്മിന് പോവുക അതുപോലെ വാക്കിങ്ങിന് പോവുക അങ്ങനെ പോകുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് നമ്മളിപ്പോൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കൂടി കാണാം. കുറച്ച് ഐറ്റംസുകളുണ്ട്. അപ്പോൾ നമ്മൾ അതിലൊക്കെ കയറി ഇറങ്ങി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മോർണിംഗ് വാക്ക് അതുപോലെ ഈവനിങ് വാക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. കുട്ടികളും അതിൽ വന്ന് ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്നാലും മുതിർന്നവർക്കാണ് മെയിനായിട്ട് ഇത് യൂസ്ഫുള്ളായിട്ട് ഉപയോഗപ്രദമായിട്ട് വരുന്നത്. ഇതുപോലെ വയറൊക്കെ ചാടിയിട്ടുള്ള കുംഭവയറന്മാർക്കൊക്കെ ഭയങ്കര ഫലപ്രദമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. പ്രകൃതിരമണീയമായ കുറച്ച് കാഴ്ചകൾ കാണാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ എല്ലാം മുകളിൽ നിന്നുള്ളൊരു വ്യൂ കൂടി ഇതിന് നമുക്ക് കാണാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളവിടെ ഒരു റൂം പണിതിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നോക്കാം. അപ്പോൾ മുകളിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ ഈ ചിറയുടെ ഫുള്ളായിട്ടുള്ള മുകളിൽ നിന്നുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റും. ചിറയും അതുപോലെ പാടശേഖരങ്ങളും അതിൻ്റെ പാലങ്ങളും ഒക്കെ നമുക്ക് മുകളിൽ നിന്നുള്ള വ്യൂ കാണാം. അതൊന്നുകൂടി കണ്ടു നോക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ ഇത്രയും രസകരമായ ഓരോ കാഴ്ചകളുണ്ട്. നമ്മളിതൊന്നും കാണാണ്ടാണ് നമ്മൾ പുറത്തേക്കും അതുപോലെ വേറെ സ്ഥലത്തേക്കൊക്കെ പോകുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പല ചെറിയ ഇതുപോലെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ആദ്യം കാണുക എല്ലാവരും.
അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ നാട്ടിൻപുറത്തെ വിശേഷങ്ങളിലാണ് നമ്മൾ ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രകൃതി ഭംഗിയും എല്ലാം നമ്മുടെ നാടും പരിസരവും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അറിയിക്കുക എന്നതാണ് നമ്മുടെ ഈ വീഡിയോയിലെ ഉദ്ദേശം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ അടുത്തൊരു സ്ഥലമായിട്ട്, നമ്മുടെ നാട്ടിലത്തെ ഏറ്റവും അടുത്തുള്ളൊരു സ്ഥലമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ പേജിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുക, നമ്മുടെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.